ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദിയ അജു വ്ളോഗ്സ്. ഇന്നത്തെ ഒരു ന്യൂ വ്ളോഗിൽ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ചാർക്കോളാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതും ഗ്രീൻ ചില്ലി ചാർക്കോളാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? ആ റെസിപ്പി നിങ്ങൾക്ക് കൂടി കാണിച്ചു. അപ്പോൾ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ വേണം. അപ്പോൾ 1 കിലോൻ്റെ അടുത്തായിട്ടുള്ള ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് വെളുത്തുള്ളി വേണം, 2 കഷ്ണം ഇഞ്ചി വേണം, ഒരു 4-5 പച്ചമുളക്, പിന്നെ 2 മാഗി ക്യൂബ്, കുറച്ച് പുതിന, കുറച്ച് സുർക്ക, പിന്നെ സൺഫ്ലവർ ഓയിൽ, കുരുമുളക് പൊടി, ഉപ്പ്. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒരു പേസ്റ്റ് ആക്കി എടുക്കണം. കാരണം നമുക്ക് ചിക്കനിൽ അത് മാഗ്നേറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാനുള്ളതാണ്. ചിക്കൻ ഓൾറെഡി ക്ലീൻ ചെയ്ത് അതിലുള്ള വെള്ളം പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ വേണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. അത് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. ഓൾറെഡി ഞാൻ ചിക്കനിൽ കുറച്ച് വരഞ്ഞൊക്കെ കൊടുത്തതാണ്. എന്നാൽ നമ്മൾ ഇത് മാഗ്നേറ്റ് ചെയ്തതിന് ശേഷം കത്തിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ചിക്കൻ്റെ മുകളിലൊക്കെ ഒന്ന് കുത്തിയിട്ട് മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിയിൽ ആക്കിയെടുക്കുക കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇനി ഒരു 1/2 hour അല്ലെങ്കിൽ 1 hour നമ്മൾ ടൈം അനുസരിച്ചിട്ട് നല്ലൊരു 1/2 hour ഒക്കെ വെക്കുന്നതായിരിക്കും ബെസ്റ്റ് എനിക്ക് തോന്നുന്നു. അത് കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഞാൻ എന്നിട്ട് എന്താ ചെയ്തത് വെച്ചാൽ കുറച്ച് നേരം ചൂടൊക്കെ കൊണ്ട് ഞങ്ങളെ റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ കേട്ടോ ഈ കനൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. അങ്ങനെ പിന്നെ ചെയ്യാനുള്ള ഗ്രില്ലെടുക്കുക. ഗ്രില്ലിൽ ആദ്യം കുറച്ച് ഓയിൽ തടവുക. എന്നിട്ട് നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്തത് വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം ഞാൻ 2 സൈഡും ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം. എന്നിട്ട് പിന്നെ ഇതിങ്ങനെ വെയിറ്റ് ആക്കുകയാണ് ഇത് റെഡി ആവാൻ വേണ്ടി. അങ്ങനെ ഏതായാലും ഗൈസ് ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റൊക്കെ ചെയ്ത് അങ്ങനെ പിന്നെ നമ്മുടെ ചിക്കൻ ചാർക്കോൾ റെഡി ആയിട്ടുണ്ട്. ഏതായാലും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏതായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.